ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല ടിപ്പുകളും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കുന്ന് കണക്കിന് തുണി കണ്ടതിൽ നമുക്കത് നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കയറി. ഈ രീതിയിൽ തുണി ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കബോണിൻ്റെ പോലും ആവശ്യമില്ല. അത്ര കിഡിലനായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മുടെ ബാഗിൻ്റെയൊക്കെ സിബാണ് ചില സമയത്ത് അത് പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങി പോകത്തില്ല, ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ വീട്ടിൽ ക്യാൻഡിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ ക്യാൻഡിൽ എടുത്തൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്മൂത്തായിട്ട് ആ സിബ് ഇടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ക്യാൻഡിന് പകരം നമുക്ക് സോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ സിബിൻ്റെ പ്രശ്നം മെയിനായിട്ട് വരുന്നത് നമ്മുടെ സ്കൂൾ ബാഗിലായിരിക്കും. സ്കൂൾ ബാഗിൻ്റെ ആയിരിക്കും ഈ സിബിനായിരിക്കും ഭയങ്കര പ്രശ്നമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നം കാണുമ്പോൾ തന്നെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഈ കാൻഡിലെടുത്ത് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, നമ്മുടെ ബാഗിൻ്റെ ആയിക്കോട്ടെ അതുപോലെ പേഴ്സിൻ്റെയൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ സിബ് കയ്യിൽ ഇങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഊരി വരാറുണ്ട്. അവിടുത്തെ ആ തയ്യൽ ഒന്ന് ലൂസായിട്ടോ അല്ലെങ്കിൽ ഇനി കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ സിബ് ഇങ്ങനെ കയ്യിൽ പെട്ടെന്ന് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഊരി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അതിനൊരു സേഫ്റ്റി പിൻ വേണം. ആ സേഫ്റ്റി പിൻ വെച്ച് ഇതുപോലെ ഞാൻ ചെയ്ത പോലെ കുത്തി കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ആ സിബ് നമ്മൾ ഇടുന്ന സമയത്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നീങ്ങത്തില്ല, ഊരി പോകത്തില്ല. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ മടക്കി വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ വേറെ രീതിയിൽ ടീഷർട്ടൊക്കെ മടക്കി വെക്കുന്ന രീതി കാണിച്ചിരുന്നു. ഇതിന് കുറച്ച് 2-3 വീഡിയോ പുറകിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പം താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ഞാനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അത് നൂത്തിട്ടിട്ട് അത് എൻ്റെ ഒരു സൈഡ്, റൈറ്റോ ലെഫ്റ്റോ ഏത് സൈഡോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു സൈഡിൻ്റെ ആ സെൻറ്റർ ഭാഗം തുന്ന് ആണ് നമ്മൾ ഇത് മടക്ക് തുടങ്ങുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ടോപ്പിലും മിഡിൽ ഭാഗത്തുമായിട്ട് കൈ പിടിച്ചിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ താഴോട്ട് കൊണ്ടുപോകണം. താഴോട്ട് കൊണ്ടുപോയി ആ സെൻട്രൽ ഭാഗത്ത് നമ്മൾ മേളിൽ നിന്ന് വരുന്നതിൻ്റെ ലൈൻ ഇങ്ങനെ താഴോട്ട് വരുന്ന ഭാഗത്താണ് ആ നമ്മൾ മേളിൽ നിന്ന് കൊണ്ടുവരുന്ന കൈ പിടിക്കേണ്ടത്. ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഒരു സൈഡിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് മിഡിലും പിടിച്ചിട്ട് ആ മേളത്തെ പാട്ട് താഴോട്ട് കൊണ്ടുവന്ന് ആ മേളിൽ നിന്നുള്ള സെൻട്രലിൽ നിന്നുള്ള ആ ലൈന് എവിടെയാണോ താഴെ വരുന്നത് ആ തുണിയിൽ അവിടെ താഴെ വന്ന് പിടിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ വളരെ ഈസിയാണ്. ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ശകലം ബുദ്ധിമുട്ടായിട്ട് തോന്നും, ശകലം പാടാൻ തോന്നും. പക്ഷേ ഇത് മടക്കുന്ന രീതി മനസ്സിലായ പിന്നെ ഇതുപോലെ തന്നെ ചെയ്തോളൂ, വളരെ ഈസിയാണ്. അടുത്ത ജീൻസ് ഫോൾഡ് ചെയ്താണ്. ഇതിൻ്റെ ജീൻസ് ഫോൾഡ് ചെയ്യുന്ന വേറെ രീതി ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അത് കാണേണ്ടവർക്ക് കയറി നോക്കാവുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ജീൻസ് വിടർത്തി ഇട്ടിട്ടുണ്ട്. അത് ബാക്ക് സൈഡാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കാൽഭാഗം മടക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. 2 കാലിൻ്റെയും താഴ്ഭാഗം മടക്കി ഒരു സ്റ്റെപ്പ് വെച്ചു. അതേപോലെ മേളിൽ നിന്നും പോക്കറ്റില്ലേ, പോക്കറ്റിൻ്റെ താഴേന്ന് മടക്ക് വരുന്ന രീതിയിൽ ഒരു മടക്ക് അങ്ങോട്ട് വെച്ചു. അങ്ങനെ വെച്ച് വരുമ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഒരു പോക്കറ്റ് പോലെ ബെൽറ്റ് ഇടുന്ന ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ ഒരു കാല് ആ ഭാഗത്തോട്ട് ആ പോക്കറ്റ് പോലെ വരുന്ന ആ ഭാഗത്ത് ഉള്ളിലോട്ട് കയറ്റി വെച്ചാൽ മതി. അതേപോലെ മറ്റേ കാല് ഉള്ളിലോട്ട് കയറ്റി വെക്കണം. നന്നായിട്ട് കയറ്റി വെക്കുക. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കയറ്റി വെക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി എടുത്താൽ നല്ലവണ്ണം തന്നെ അവിടെ നല്ലതായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ നമുക്ക് തുണി മടക്കി വെക്കാൻ പറ്റും.
അടുത്ത അഞ്ചാമത്തെ ടിപ്പ്, ഞാനിവിടെ ഉപയോഗിക്കാത്ത കേടായ വയറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള വയറുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വയറുകൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇതുപോലൊക്കെ നമുക്ക് റീയൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന വയറിൻ്റെ ആ യെല്ലോ പാർട്ട് അത് ഞാൻ മുറിച്ച് കളയുന്നില്ല. കാരണം അതുകൂടെ മുറിച്ച് കളയാൻ പോയാൽ കുറച്ചുകൂടെ എനിക്ക് പാടായിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത് വരുമ്പോൾ പാടായിട്ടായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുവാണേ. അത് വെട്ടിക്കളഞ്ഞാൽ കുറച്ചുകൂടെ ഈ വയറിൻ്റെ ലെന്തൊക്കെ കുറയും. അതിനെക്കാട്ടി എനിക്ക് എളുപ്പമായിട്ട് തോന്നി അത് വെട്ടാതെ അത് അവിടെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗി, അത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടും. അതുകൊണ്ടാണ് അത് വെട്ടിക്കളയാത്തത്. അടുത്ത് എടുത്തിരിക്കുന്ന സ്ട്രോ എടുത്തിട്ട് ചെറുതായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ എടുത്തിരിക്കുന്ന വയറ് എക്സാക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ആ മടക്കി വരുമ്പം ആ കിട്ടുന്ന ആ തുമ്പ് ഇതിലോട്ട് ഈ സ്ട്രോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന സ്ട്രോ എല്ലാം കയറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സ്ട്രോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി ആ ഓരോ സ്ട്രോയുടെയും ഗ്യാപ്പിൻ്റെ ഇടയിൽ ആയിട്ട് നമുക്ക് മടക്കി വെച്ചിരിക്കുന്ന തുണികൾ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. സ്ട്രോയ്ക്ക് പകരം ബീഡ്സ് ഉണ്ടെങ്കിൽ ബീഡ്സ് കൊടുക്കാം. അല്ലെങ്കിൽ ബാൻഡ്, ഇത് ചെറിയ ചെറിയ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ നമുക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് മുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ സ്ട്രോ കണ്ടപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ പറ്റുന്ന വിട്ടേ ഉള്ളൂ ഈ വയറിനും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ തുണി എടുത്ത് വെക്കുമ്പോൾ നല്ലൊരു ഓർഗനൈസിങ് ഐഡിയ ആണ്. ക്ലോത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. അതേപോലെ നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള തുണികളൊക്കെ ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ പേരൻസൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരാഴ്ചത്തേക്കുള്ള തുണികൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് ഓരോ ദിവസവും എടുത്തോട്ട് പോകാനും വളരെ ഈസിയാണ്. അതേപോലെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഈ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബാഗിനകത്ത് വെക്കുകയാണെങ്കിൽ അവിടെ തുണിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോകാതെ നമുക്ക് അവിടെ നീറ്റായിട്ട് വെക്കാൻ പറ്റും ബാഗിനകത്ത്. ആ സ്ട്രോ കയറ്റുന്ന പാർട്ടിൽ ലാസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ യെല്ലോ പാർട്ട് വെട്ടിയില്ല, അത് വെട്ടാനുകൊണ്ട് നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. എന്തോ ഒരു സാധനം വെച്ചിരിക്കുന്ന പോലെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ രീതിയിൽ തുണി ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കബോർഡിൻ്റെ പോലും ആവശ്യമില്ല. അത്ര കിടിലനായിട്ടുള്ളൊരു ഐഡിയ ആണ്. സ്ട്രോ ഇട്ട് കൊടുത്ത പാർട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് അവിടെ ആ ഭാഗത്തൊരു കെട്ടിട്ട് കൊടുക്കണം. അതേപോലെ ആ യെല്ലോ പാർട്ട് ഞാൻ വെട്ടിയില്ലല്ലോ, അവിടെ കിടക്കുന്ന ഒരു എന്തോ ഒരു ഭംഗിയുള്ള സാധനം വെച്ച പോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഈ രീതി നമ്മൾ ക്ലോത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ്, കബോർഡിനകത്താണെങ്കിലും നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. അതുപോലെ അല്ലാതാണെങ്കിലും നമ്മൾ വെളിയിൽ വെക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. ഈ ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.